ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 വീഡിയോകളിൽ ഞാൻ സംസാരിച്ച വിഷയം, നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു അവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറുവശത്തുള്ള സംഭവങ്ങളെയൊക്കെ അങ്ങോട്ട് പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്ന നമ്മുടെ രാജ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം അതൊരു റിപ്പബ്ലിക് രാജ്യമാണല്ലോ. ആ രാജ്യത്തുള്ള ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. ശരിയാണ്, നമ്മളെല്ലാവരും ലോകത്തിലെ പൗരന്മാരാണ്. രാജ്യം വരച്ചിട്ട അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടി വരച്ചിട്ട അതിർത്തിയുടെ അപ്പുറം ഇപ്പുറം വീണതുകൊണ്ട് നമ്മൾ വേറെ വേറെ രാജ്യക്കാരായി പോയതാണ്. ഞാൻ അപ്പുറത്താണ് ജനിച്ചിരുന്നതെങ്കിൽ നാളെ യുദ്ധക്കെടുതി അനുഭവിക്കേണ്ട ആളാണ് ഞാൻ. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും ഞാൻ ഏത് രാജ്യത്താണോ ഉൾപ്പെടുന്നത്, ആ രാജ്യത്തിന് ഭീഷണിയായി വരുന്ന ഒരു കാര്യം, അതിനെ പ്രതിരോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുമ്പോൾ അതിൽ അപമാനം തോന്നുന്നു എന്ന് പറയുന്ന വ്യക്തികളൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയാൻ പാടാണ്ട് ചോദിക്കുക, നിങ്ങളൊക്കെ മനസ്സിൽ എന്താ ഉള്ളത്? അങ്ങനെയുള്ള 2 പേരുടെ പ്രസ്താവനയാണ് ഇന്നത്തെ റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, സാംസ്കാരിക സാമൂഹിക മേഖലകൾ സജീവമായിട്ടുള്ള ശാരദക്കുട്ടി. മറ്റൊന്ന്, സിനിമാ മേഖലയിലുണ്ടെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കിയ ആമിന നിജാം. അവർ സിനിമ നടിയെന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചാണ് നോക്കിയത്. അവർ സിനിമ നടിയെന്ന് അറിയാതെ പോയത് എൻ്റെ പ്രശ്നമാണ് കേട്ടോ, അവരുടെ പ്രശ്നമല്ല. കാരണം ഞാൻ വളരെ കുറച്ച് മാത്രം സെലക്റ്റീവായിട്ട് സിനിമ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാ സിനിമകളും കാണാത്തത് കൊണ്ട് ഒരു പക്ഷേ അറിയാതെ പോയതാണ്. അത് അവരുടെ പ്രശ്നമല്ല. പക്ഷെ അവരുടെ പ്രസ്താവന എനിക്കൊരു പ്രശ്നമാണ്. ആദ്യം ശാരദക്കുട്ടിയുടെ പ്രസ്താവനയാണ് കേട്ടോ. അത് ഇങ്ങനെയാണ്: രാജ്യം എന്ന് കേട്ടാലല്ല, മനുഷ്യരെന്ന് കേട്ടാലാണ് എൻ്റെ അന്തരംഗം അഭിമാനപൂരിതമാകുന്നത്. ഞാനും അങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ കൃത്യമായി എഴുതിയിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാൻ സംസാരിക്കുന്നത് ശാസ്ത്രത്തിന് വേണ്ടിയും മനുഷ്യന് വേണ്ടിയുമാണ്. അതിനുവേണ്ടിയുള്ള സംവാദങ്ങളാണുള്ളത്. മനുഷ്യർ തന്നെയാണ് എനിക്ക് പ്രാധാന്യം. ആ മനുഷ്യർക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും തന്നെ ഭീഷണിയായിട്ടുള്ള തീവ്രവാദത്തിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. അതിലെനിക്ക് യാതൊരു നാണക്കേടുമില്ല കേട്ടോ. ഇവർ ഈ പറഞ്ഞതിൻ്റെ മറുപടി ഞാനായിട്ട് പറയുന്നില്ല, അവർ തന്നെ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. ചോദ്യം: ടീച്ചർ, ഒരുപാട് തെറിവിളികൾ ഭീഷണികളൊക്കെ വന്നിട്ടും യുദ്ധത്തെ എതിർക്കുന്ന ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാത്തത് എന്ത്? ഉത്തരം: രാജ്യത്തെ മാത്രമല്ല ലോകത്തെ പ്രതികൂലമായി ബാധിക്കുന്നതെന്തും എൻ്റെ വീടിനെ ബാധിക്കുന്നത് പോലെ എന്നെ ഭയപ്പെടുമ്പോൾ മിണ്ടാനിരിക്കാനാകാത്തത് കൊണ്ട്. മെസ്സഞ്ചറിൽ കൗണ്ടിയോ ഡേയ്സ് അയച്ച ആളുകളോട് പൂന്താനം പറഞ്ഞതേ പറയാനുള്ളൂ. ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ചിലർ. സത്യത്തില് ടീച്ചറെന്നൊന്നും ഞാൻ വിളിക്കില്ല കേട്ടോ, ശാരദക്കുട്ടി ഈ പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് സ്വയം വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞത് എന്നെക്കുറിച്ചാണെന്ന് അപ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി അതെടുത്ത് വായിക്കാം. രാജ്യത്തെ മാത്രമല്ല ലോകത്തെ പ്രതികൂലമായി ബാധിക്കുന്നതെന്തും. തീവ്രവാദം ലോകത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്, രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അത് ഏത് രാജ്യത്തെ ആയാലും, ഏത് രാജ്യത്തിനെതിരെ ആയാലും നിലനിൽക്കുന്ന തീവ്രവാദം അത് ലോകത്തെയും രാജ്യത്തെയും ബാധിക്കുന്ന ഒന്നാണ്. അത് എൻ്റെ വീടിനെ ബാധിക്കുന്നത് പോലെ എന്നെ ഭയപ്പെടുത്തുമ്പോൾ, നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഈ തീവ്രവാദം എന്ന് പറയുന്ന കാര്യം എൻ്റെ വീടിനെതിരെ എന്ന രീതിയിൽ എന്നെ ഭയപ്പെടുത്തുമ്പോൾ, എൻ്റെ വീടിനെതിരെ മാത്രമല്ല കേട്ടോ, എൻ്റെ വീട്, എൻ്റെ തൊട്ടടുത്തുള്ള വീട്, എൻ്റെ കിഴക്ക് വശത്തുള്ള വീട്, വടക്ക് വശത്തുള്ള വീട്, എൻ്റെ അയൽക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുജനങ്ങൾ, എനിക്ക് വേണ്ടപ്പെട്ടവര്, എനിക്കറിയാവുന്നവര്, എനിക്കറിയാത്തവര്, അവരുടെ വീടിനെതിരെ എന്ന രീതിയിൽ എന്നെ ഭയപ്പെടുത്തുമ്പോൾ തീവ്രവാദത്തിനെതിരെ എടുക്കുന്ന നടപടിയെ എനിക്കൊരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല. അത് പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ആ ചേതോ വികാരം എന്താണെന്ന്. നിങ്ങൾ പിന്നെ എന്താ പറയണേ? ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചാണ്, ഇവരൊക്കെ ഒന്ന് വിളിച്ച് കുമ്പസാരിപ്പിച്ചാൽ മതി. ഇപ്പം നിങ്ങളുടെ വീടിനെതിരെ തീവ്രവാദി ഒന്ന് നിൽക്കുന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്താ ചെയ്യുക? മോനെ തീവ്രവാദി ഇവിടെ വരിക, നമുക്ക് സമാധാനത്തിന് വഴിയെ പോവാം എന്ന് പറയാ ചെയ്യുക. എടുത്തിട്ട് പൂശിക്കളയോന്മാർ. ആ പൂശലാണ് നമ്മൾ കണ്ടത്. 26 പേര് നിങ്ങളീ പറഞ്ഞ മനുഷ്യരാണ്. 26 പേര് സ്വന്തം ഭാര്യമാരുടെ സഹോദരിമാരുടെ മുന്നിൽ വെച്ച് 26 പേരെ കൊന്നപ്പോൾ നിങ്ങളുടെ മനുഷ്യത്വം എവിടെയായിരുന്നു? നിങ്ങൾ അടുത്ത വരി പറഞ്ഞില്ലേ, ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ചിലർ. അങ്ങനെ ചത്തുപോയ പാവം ചിലരാണ് 26 പേര്. അത് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു വന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മനുഷ്യത്വം എവിടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഭർത്താവിൻ്റെ ശരീരത്തിൽ ആ നെഞ്ചിൽ കൈവച്ച് കരയുന്ന ചിത്രം നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല എങ്കിൽ, അവിടെ നിങ്ങൾക്ക് മനുഷ്യത്വം ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം നിങ്ങളുടെ മനുഷ്യത്വത്തിൽ എത്ര മാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന്. അതിനെതിരെയാണ് ഭാരതം എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്
നടപടിയെടുത്തിരിക്കുന്നത്. അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട്. അവിടെ ഈ കോപ്പിലെ മാനവീയത കൊണ്ടൊന്ന് വിളമ്പരുത്. അത് ദഹിക്കില്ല. യുദ്ധത്തിനെതിരെ എല്ലാവരും എതിരാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ യുദ്ധം ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് കൂടി നിങ്ങൾ മറുപടി പറയണം. ഈ 26 പേര് കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നടപടി ഇന്ത്യക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടപടി ഇന്ത്യക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. അടുത്തത്, അവര് ഒരു സിനിമാ താരമാണ്, ആമിന നിജം. ആമിന നിജം എഴുതിയിരിക്കുന്ന കാര്യമാണ്, അവർക്ക് ലജ്ജ തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് അവരിട്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഞാൻ ഈ വിൻഡോ കാണിക്കുന്നത്. സമകാലിക മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷനുണ്ട്, അതാണ് ഞാനിവിടെ വായിക്കുന്നത്. അതെ, ഞാൻ ലജ്ജിക്കുന്നു. നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും, രാജ്യം അതിൻ്റെ സാമ്പത്തിക അവസ്ഥയിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലത്ത് നിൽക്കുമ്പോഴും എൻ്റെ രാജ്യം കൊലയെ ഒരു പരിഹാരമായി കാണുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. യുദ്ധമോ കൊലപാതകങ്ങളോ സമാധാനം കൊണ്ടുവരില്ല എന്ന് ഓർക്കുക. ഞാനിതിനെ പിന്തുണയ്ക്കില്ല. പഹൽഗാം ആക്രമണത്തിന് പ്രതികാരം ചെയ്തു എന്ന് കരുതുന്ന ആളുകൾ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന ഈ യുദ്ധത്തിന്റെ നഷ്ടം സാധാരണക്കാർക്ക് മാത്രമാണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു ഇന്ത്യക്കാരിയാണ് ഞാൻ. കേട്ടതിൽ സന്തോഷം. അല്ലാതെ ഈ ഈഗോ വ്രണപ്പെടുമ്പോൾ മാത്രം സംസാരിക്കുന്നവളല്ല. നിങ്ങളുടെ ഈഗോ വ്രണപ്പെട്ടത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞ 26 പേര് കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? നിങ്ങൾ പറയുന്നു യുദ്ധമോ കൊലപാതകമോ സമാധാനം കൊണ്ടുവരില്ല. പിന്നെ തീവ്രവാദികൾ എന്ത് ചെയ്യണം? കുറച്ച് കൊന്തയും കുരിശും കൊടുത്തു വിടട്ടെ. അവിടെ നിന്ന് ജപമാല ചൊല്ലാൻ ബുട്ടൂത്തിൽ നിന്ന് ജപമാല ചൊല്ലിക്കാം. അല്ലെങ്കിൽ കുറച്ച് സമാധാനകാംക്ഷികളായ ആളുകൾ അങ്ങോട്ട് അയക്കാം. ഉപദേശിക്കുക, കുറച്ച് ഉപദേശികളെ അങ്ങോട്ട് അയക്കാം. എല്ലാ മാത്രമുള്ള ഉപദേശികൾ ചെല്ലാം അങ്ങോട്ട്. ഒരു ഉപദേശം ഒന്ന് നന്നാക്കി കാണിച്ച് നിങ്ങൾ മാനിപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അത് പറഞ്ഞപ്പോൾ മാത്രമല്ല, നിങ്ങൾ ആമിന നിജം സിനിമ നടിയാണെന്ന് പറഞ്ഞപ്പോൾ ഏത് സിനിമയിൽ അഭിനയിച്ചതെന്ന് അറിയാൻ വേണ്ടി പോയപ്പോൾ ഒരുപാട് സിനിമകൾ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു സിനിമയുടെ പേര് ടർക്കിഷ് തർക്കം എന്നാണ്. മറന്നുപോയിട്ടുണ്ടാവില്ല അല്ലേ? ടർക്കിഷ് തർക്കം എന്ന പേരിൽ ഒരു പത്രസമ്മേളനം നടന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അവിടെ നിങ്ങളൊരു മാനിപ്പുലേഷൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. ആ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചു. തിയേറ്ററിൽ ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. OTTയിൽ വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ ആ സിനിമ ഈ ഒരു വിവാദത്തിന് ശേഷവും വിവാദത്തിന് മുമ്പും ശ്രദ്ധിക്കപ്പെട്ടില്ല. വിവാദത്തിൻ്റെ ആ ദിവസം മാത്രമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ആ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാനുള്ള കാരണം പറഞ്ഞത് മതനിന്ദ ആരോപിച്ച് പലരും ആ സിനിമയ്ക്കെതിരെ വന്ന് അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അഡീഷണലായി വന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ല. മറുപടി പറയാതെ വന്നപ്പോൾ എനിക്ക് ചില സംശയം തോന്നിയിട്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ച എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട സംഭവം? ഇങ്ങനെ ഒരു മതനിന്ദ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഈ സിനിമയ്ക്കെതിരെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇതിനെതിരെ. ആരാണ് ആമിനയുടെ മാനിപ്പുലേഷൻ നടത്തിയത്? മതനിന്ദ ആരോപിച്ച് ഒരു സിനിമയെ വിജയിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളാണോ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു വരുന്നത്? ഈ വിഷയത്തിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് പോട്ടെ, ഇതിൽ കൃത്യമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ച ലൂക്ക്മാൻ അവറൻ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ അഭിനേതാവായ ടർക്കിഷ് തർക്കം എന്ന സിനിമയോട് ബന്ധപ്പെട്ട് നടക്കുന്ന നിർഭാഗ്യപരമായ ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു. 2.5 വർഷം മുമ്പ് ചിത്രീകരണം തുടങ്ങിയ സിനിമയാണത്. റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിൻവലിച്ചത് നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും കൂട്ടായ തീരുമാനമാണ് എന്നാണ് എൻ്റെ അറിവ്. അതിൽ അഭിനേതാവ് എന്ന നിലയിൽ സിനിമ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഈ സിനിമയെ ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി എനിക്കോ എൻ്റെ അറിവിലുള്ള ആർക്കെങ്കിലോ വന്നതായി അറിവുമില്ല. അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ ഒരു അഭിനേതാവ് എന്നതിനപ്പുറം ഈ നടക്കുന്ന ചർച്ചകൾ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആ സിനിമയെ ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഇത് ലുക്മാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇല്ലാത്ത ഒരു മതനിന്ദ, ഇല്ലാത്ത ഒരു കാരണം പറഞ്ഞാൽ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് ഉപയോഗിച്ചത് എന്താണ്? മതം ഉപയോഗിച്ച ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ച നിങ്ങൾ നടത്തിയ മാനിപ്പുലേഷൻ. നിങ്ങൾ വന്നിരുന്ന് പറയുന്നു തീവ്രവാദികൾക്കെതിരെ നടന്ന നടപടി മാനിപ്പുലേഷൻ ആണെന്ന്. ഇന്നുകൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രസ് റിലീസ് കാണുകയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും വിദേശ മന്ത്രാലയത്തിൻ്റെയും സംയുക്തമായിട്ടുള്ള പത്രസമ്മേളനം അത് കാണുകയായിരുന്നു. അതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ മെഷേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നടന്നത്. ഒരു സിവിലിയനെതിരെ, ഒരു പട്ടാളക്കാരെതിരെ ഒരു രീതിയിലും അക്രമം നടക്കാതെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെഷറാണ് ഇന്ത്യ എടുത്തത്. അതിലാണ് നിങ്ങൾക്ക് അപമാനം, ലജ്ജ, നാണക്കേട്. കഴിഞ്ഞ ദിവസം വേറൊരു വ്യക്തി എന്ന് ഞാൻ പറയുന്നത്, എനിക്കറിയില്ല എന്താണെന്നുള്ളത്, അതുകൊണ്ട് എനിക്ക് ജെൻഡറിന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് അത് അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല. എനിക്കൊരു സംശയം തോന്നി. ഇപ്പം ഞാനത് ഈ ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു. കാരണം നമ്മൾ പറയുമ്പോൾ അവരുടെ ജെൻഡർ പറഞ്ഞ് തെറ്റിപ്പോരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചാൽ പറഞ്ഞത്
പുള്ളിക്ക് അത് വെളിപ്പെടുത്താനായിട്ട് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ബിഗ് ബോസിൽ നിന്ന് മനസ്സിലായെന്നാണ്. അതുകൊണ്ട് എനിക്കറിയില്ല, ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് റിയാസ് സലീം എന്നാണ്. അയാൾക്ക് ഇതേവരെ ലജ്ജ തോന്നിയിട്ടുണ്ടായിരുന്നു, ആ വ്യക്തിക്ക് ഇതേവരെ ലജ്ജ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ലജ്ജ തോന്നിയ ആമന നിജാം ഷെയർ ചെയ്തിരിക്കുന്ന മറ്റൊരു പോസ്റ്റാണ് പാകിസ്ഥാൻ ഇന്റർനെറ്റ് സെലിബ്രിറ്റിയായ റോസി പിരാനിയുടെ കുറിപ്പ്. ഇന്ന് ഇന്ത്യയിൽ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ തീവ്രവാദികൾ ഒരാളായിരുന്നു ഈ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അത് ഷെയർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളായിരുന്നു ഇന്ത്യ ആക്രമിച്ചത്. ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ബോംബ് എറിഞ്ഞത്. ഭീരുക്കൾ സാധാരണക്കാർക്കിടയിൽ അഭയം കൊടുത്തത് ആരാണ്? സാധാരണക്കാരും സൈന്യത്തിന്റെ പ്രസൻസുമുള്ള സ്ഥലത്ത് തീവ്രവാദികൾക്ക് അഭയം കൊടുത്തിരിക്കുന്നത് ആരാണ്? സാധാരണക്കാരെ മറയെ നിർത്തി ആക്രമിക്കുന്നത് ആരാണ്? എന്തിന് അങ്ങോട്ട് പോകുന്നു? കഴിഞ്ഞ ദിവസം ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി. ഈ ഡ്രോണുകൾ എങ്ങനെയാണ് അവിടെ നിന്ന് പറത്തിവിട്ടത്? സിവിലിയൻസ് സഞ്ചരിക്കുന്ന വിമാനങ്ങളുടെ സ്ട്രിപ്പുകളെ, ആ എയർ സ്ട്രിപ്പുകളെ മറയാക്കി നിർത്തിയിട്ടാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇതിൽ നിങ്ങൾക്ക് ഭീരുത്വമൊന്നും തോന്നുന്നില്ല? അതും ഭീരുത്വമാണെന്ന് പറയാൻ തോന്നുന്നില്ല? അതിനി പാകിസ്ഥാൻ സെലിബ്രിറ്റി എന്ന് പറയില്ല കേട്ടോ, പാകിസ്ഥാന്റെ ഭീരുത്വമാണെന്ന്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി അവരവസരം തരില്ല. ഇനി നിങ്ങളതിട്ടാത്തന്നെ അവർ കൊണ്ട് ഷെയർ ചെയ്യാനും പോകുന്നില്ല. കുഞ്ചിലും മരിച്ചു വീണ ഗ്രാമവാസികൾ സാധാരണക്കാരല്ലേ? അതിന് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നാണക്കേടും തോന്നിയില്ല, ഒരു ഭീരുത്വവും തോന്നിയില്ല. ഇതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഭീരുത്വം. ഇവിടെ നിങ്ങളൊന്ന് റെട്രോസ്പെക്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സ് സത്യത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ മനുഷ്യത്വം എന്ന് പറയുന്ന കപട മനുഷ്യത്വമാണോ എന്ന് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം. കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു ചർച്ചയിൽ, ആർഷ്യാമിൻ്റെ ഒരു ചർച്ചയാണ്, ഇന്ത്യ വിഷൻ്റെ ഉണ്ടായിരുന്ന ആർഷ്യാം പേര് പറയാതെ ഒരു സംഭവം പറഞ്ഞു. ഈ പ്രകൃതി സ്നേഹികളുണ്ട്, ചില പ്രകൃതി സ്നേഹികൾ, ഞാൻ അവരെ വിളിക്കുന്നത് പരിസ്ഥിതി ലോലന്മാരെന്ന്. പ്രകൃതി സംരക്ഷണം ആവശ്യമാണ്. ഇപ്പം ഞാനും മരം നടാൻ പോവാറുണ്ട്. വളരെ വേക്കൻ്റായ ഒരു സ്ഥലത്ത് ഒരു വനം തന്നെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്ന് കരുതി എന്തെങ്കിലും വീട്ടാവശ്യത്തിന് അല്ലെങ്കിൽ വികസനത്തിന് തടസ്സമായി വരുമ്പോൾ, റോഡിന് തടസ്സമായി വരുന്ന ഒരു മരം വെട്ടിമാറ്റണമെന്ന് പറയുമ്പോൾ അവിടെ പോയിരുന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു പ്രകൃതി ലോലനല്ല ഞാൻ. അത്തരത്തിൽ ലോലത്വം കാണിക്കുന്ന ആളുകളുണ്ട്. ഈ ലോലത്വം കാണിക്കുന്ന വ്യക്തി ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരിക്കലും ഒരു കരണ്ട് പോയി. വലിയ പരിസ്ഥിതിസ്നേഹിയായിരുന്നു, അവിടെ കരണ്ട് പോയി. കരണ്ട് പോകാനുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ലൈൻകമ്പിയിലേക്ക് ആഞ്ഞിലിയുടെ കൊമ്പ് വീണ് ലൈൻകമ്പി പൊട്ടിപ്പോയതാണ്. അപ്പോൾ അത് ഏത് ആഞ്ഞിലി മരമെന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. നമ്മുടെ പരിസ്ഥിതി സ്നേഹി വെട്ടിയിട്ട ആഞ്ഞിലിയാണ്. എന്തിനാ അപ്പോൾ ആഞ്ഞിലി വെട്ടിയിട്ടത്? ഒന്ന് ചാരിയിരിക്കാൻ ഒരു കസേര ഉണ്ടാക്കുന്നതിന് വേണ്ടി മരം വെട്ടിയിട്ട ആളുടെ പരിസ്ഥിതി സ്നേഹമാണ് നമ്മൾ കണ്ടത്. മതനിന്ദ വെച്ച് ഒരു സിനിമ മാർക്കറ്റ് ചെയ്യാൻ പോയതാ. അതിൻ്റെ ഭാഗമായിരുന്ന ആമിന നിജാമാണ് ഇവിടെ വന്നിരുന്ന് മാനിപ്പുലേഷനെ കുറിച്ച് പറയുന്നത്. ഒരു ലോകത്തിന് ഭീഷണിയായതെന്നും തൻ്റെ വീടിനെതിരെ വരുന്ന ഭീഷണിയാണെന്ന് പറയുന്ന ആളാണ് ആ ഭീഷണിക്കെതിരെ ഒരു നടപടി ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് ലജ്ജിക്കുന്നത്. തീവ്രവാദികളും മനുഷ്യരാണല്ലോ. ആ മനുഷ്യരെ ഓർത്ത് അഭിമാനപൂരിതമാകണം അന്തരംഗം. എനിക്കങ്ങനെ അഭിമാനപൂരിതമാകില്ല. ഒരു തീവ്രവാദി മനുഷ്യനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതിയാൽ എന്നിലുള്ള മനുഷ്യത്വം കൂടി അവസാനിക്കുമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് മൃഗങ്ങളോട് പ്രത്യേക സ്നേഹമില്ല കേട്ടോ. കാരണം ഞാനൊരു പെറ്റ്സിനെയും വളർത്താറില്ല. എന്ന് കരുതി ഒരു മൃഗങ്ങളെയും പക്ഷികളെയും അനാവശ്യമായിട്ട് ഞാൻ ഉപദ്രവിക്കാറില്ല. പക്ഷെ ഒരു പേപ്പട്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലേണ്ടി വരും. അവിടെ ആ പട്ടിയെ കെട്ടിപ്പിടിച്ച് അതിൻ്റെ കടിയേറ്റ് പേ പിടിച്ച് ചാകുന്നതിൽ ഒരു മനുഷ്യത്വവും ഞാൻ കാണുന്നില്ല. ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ചിലർ. ഇങ്ങനെ മനുഷ്യത്വം വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ തീവ്രവാദത്തിൽപ്പെട്ട് പലരും മരിച്ചു പോകുന്നത്. പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹികൾ, ഇനി നിങ്ങൾ എഴുതി കൂട്ടുന്നതിനെ കുറിച്ച് ഒരു കാര്യം കൂടി ആ ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ആ ചർച്ചയിൽ ശ്യാം പറയുന്നുണ്ട്. അതുകൂടി കേൾപ്പിച്ചിട്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ എഴുതിയിട്ടിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഏജൻസി തേടി വരുമ്പോൾ പറയാം ഇത് എൻ്റെ അക്കൗണ്ട് ഹാക്കാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയാം. കേരള സർക്കാർ ആയിരിക്കത്തില്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് അവർ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അവർ വന്ന് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെ ആരും ഇങ്ങോട്ട് വിട്ടിട്ടുമില്ല. പിന്നെ അതെ, വിടണമെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടും ഒരു കാര്യവും പിന്നെ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. എനിക്ക് ശ്യാമിൻ്റെ രാഷ്ട്രീയത്തോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിപ്പുള്ള ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എനിക്ക് എൻ്റെതായ എതിർപ്പുകളുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യം ശരിയാ. നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടിയിട്ട് പറയുന്നത് രാജ്യവിരുദ്ധമായ കാര്യമാണ് മനസ്സിലാക്കുക. അതിപ്പോൾ നമ്മുടെ രാജ്യം തെറ്റ് ചെയ്താൽ ആ തെറ്റെന്ന് വിളിച്ചു പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ ഭരിക്കുന്നവരും ചെയ്യുന്ന തെറ്റുകൾ ആ തെറ്റാണെന്ന് തന്നെ എഴുതാറുമുണ്ട്, പറയാറുമുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന സംഭവം അത് അത്ര വലിയ മനുഷ്യത്വ സ്നേഹമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ സംസാരിക്കുന്നത് ഈ രാജ്യത്തിനെതിരെ തന്നെയാണെന്നാണ് എൻ്റെ ചിന്താഗതി. രാജ്യം ഒരു ബോർഡർ മാത്രമാണ്, എനിക്കറിയാം. പക്ഷേ ആ ബോർഡറിനകത്ത് നിൽക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്.
അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലജ്ജാകരവും ഭീരുത്വവുമായൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന മനുഷ്യത്വം വെറും കപടത്വമാണെന്ന് പറയേണ്ടി വരും. ശാരദകുട്ടിയുടെ കാര്യത്തിലായാലും മാത്യു സ്വാമിയുടെ കാര്യത്തിലായാലും ഒരുപക്ഷെ വേറെ കരച്ചിലൊന്നും വരാൻ സാധ്യതയില്ല. കൂടിയൊന്നും നമ്മൾ പറയാം നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതെന്നാണ്. പക്ഷേ ആമിന നിജാമും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിയാസ് സലീമൊക്കെയാണ് ഈ വിഷയത്തിൽ പിടിക്കപ്പെടുന്നതെങ്കിൽ അതിന് വേറൊരു മുഖം കൂടി കൊടുക്കാൻ ആൾ ശ്രമിക്കും. എന്താ അത്? ഇസ്ലാമോഫോബിയ, ന്യൂനപക്ഷ വിരുദ്ധത എന്നൊക്കെ. ആ കാർഡ് ദയവ് ചെയ്ത് ഇമാതിരി പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇറക്കാൻ വരരുത്. അത് ചില വിഷയങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നുള്ള പൂർണ്ണമായ ബോധ്യമുള്ള അതേ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെയുണ്ട്. അവരുടെ മുഖത്തുകൂടി കരിവാരി തേക്കുന്ന രീതിയിൽ ഇമാതിരി പോസ്റ്റിലിട്ട ശേഷം അയ്യോ ഞങ്ങൾക്കെതിരെ വിരുദ്ധത വരുന്നേ, മതപരമായ വിരുദ്ധതയാണ്, ന്യൂനപക്ഷ വിരുദ്ധതയാണെന്ന് പറഞ്ഞാൽ അവർ പോലും ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.